വാർത്തകൾ വിശദമായി നോക്കാം. വ്യാജരേഖ ചമച്ച് പണം തട്ടിയ സംഭവത്തിൽ നിർമ്മാതാവ് ഷംനാസിനെതിരെ പോലീസ് കേസെടുത്തു. നടൻ നിവിൻ പോളി നൽകിയ പരാതിയിലാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി സഹിന ആന്റണിയാണ് ചേരുന്നത്. സഹിന ആന്റണി, ഇക്കാര്യത്തിൽ ഷംനാസ് നൽകിയ പരാതിയിൽ തളിപ്പറമ്പ് പോലീസ് നിവിൻ പോളിയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിൽ നിർണായകമായ മറ്റൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് നിലവിലെ പോലീസ് നടപടി? തീർച്ചയായിട്ടും സ്വാതി. അതായത് രണ്ട് കേസുകളാണ് നിലവിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒന്ന് തലയോലപ്പറമ്പ് പോലീസാണ് ഒരു കേസ് എടുത്തത്. ആ കേസ് എന്ന് പറയുന്നത് നിവിൻ പോളിക്കെതിരെയായിരുന്നു. ഷംനാസ് നിർമ്മാതാവ് നൽകിയ പരാതിയിലായിരുന്നു നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരുന്നത്. ഇപ്പോൾ നിവിൻ പോളി പാലാരിവട്ടം പോലീസിന് നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് തന്റെ വ്യാജരേഖ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഷംനാസ് തനിക്കെതിരെ പരാതി നൽകി, തന്റെ വ്യാജരേഖ ഉപയോഗപ്പെടുത്തി ഷംനാസ് ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് നിവിൻ പോളി പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് നിവിൻ പോളിയുടെ വ്യാജ ഒപ്പിട്ട സിനിമ ഷംനാസിന്റെ പേരിൽ ചെയ്യണമെന്നുള്ള ആവശ്യവുമായി ഈ വ്യാജരേഖ ചമച്ചത് എന്നുള്ളതാണ് ഇയാളുടെ പരാതി. പാലാരിവട്ടം പോലീസിലായിരുന്നു പരാതി നൽകിയിരുന്നത്. എന്തായാലും ഷംനാസ് സഹനിർമ്മാതാവായിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പടം പിടിക്കാൻ തീരുമാനിച്ചിരുന്നതും. ഇപ്പോൾ നിവിൻ പോളിയുടെ പരാതിയിൽ ഷംനാസിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. നേരത്തെ ഷംനാസിന്റെ പരാതിയിൽ നിവിൻ പോളിക്കെതിരെ തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തിരുന്നു. സ്വാതി. ശരി സഹിൻ, വ്യാജരേഖ ചമച്ച് പണം തട്ടിയ സംഭവത്തിലാണ് ഇപ്പോൾ നിർമ്മാതാവ് ഷംനാസിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നടൻ നിവിൻ പോളി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത്.